അല്ല, നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ തീരുമാനമായല്ലോ. ഇനി ഇവിടെ എനിക്ക് ജോലി മുഴുവൻ. എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലും ഫാഷൻ ഷോയിലും കമ്മിറ്റി മീറ്റിങ്ങും ഡാൻസ് പ്രാക്ടീസും ഒക്കെ ആവും. എല്ലാം സഹിക്കാം. അവളുടെ കേക്ക് എക്സ്പെരിമെന്റ് ആണ് സഹിക്കാൻ പറ്റാത്തത്. എന്താലോചിച്ച് നിൽക്കുക? എന്ത് ചോദ്യം പപ്പേ, നിന്നെ തന്നെ. അയ്യോ, ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുക. പിന്നെ ശശിയേട്ട, ക്രിസ്മസ് സെലിബ്രേഷൻസിന്റെ ഡേറ്റ് ഒക്കെ തീരുമാനമായി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇപ്രാവശ്യം കേക്കിന്റെ ഫസ്റ്റ് പ്രൈസ് അടിച്ചേ മതിയാവും. പ്രൊഫഷണൽസ് ഒക്കെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറെ ട്രയൽ നടത്താനുള്ളതാ. അതിന്റെ ഇടയിൽ ചായ വേണം, കാപ്പി വേണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഇപ്പോഴേ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ചായയും കാപ്പിയും ഒക്കെ ഇവിടെ നീയല്ലേ ഉണ്ടാക്കുന്നത്. ശശിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? ഈ ക്രിസ്മസ് പരിപാടി കഴിയുന്നവരെ ചായ കൂടി നിർത്തിന്ന് പറഞ്ഞതാണേ. അതുമല്ല, ഈ പ്രാവശ്യം ബെസ്റ്റ് ഫാമിലിക്ക് അവാർഡ് ഉള്ളതാ. ഞാൻ എന്തായാലും കലക്കും. ഇനി ശശിയേട്ടൻ എങ്ങാനും മോശമാക്കിയാൽ ശശിയേട്ടാ ഞാനൊന്നും പറയില്ല കേട്ടോ. ഹലോ, ഹലോ ഹരീഷല്ലേ? അതെ അതെ, ഇപ്രാവശ്യം കമ്മിറ്റി മെമ്പർ തന്നെയാ. ഇല്ല ഇല്ല ഇല്ല, പ്രോഗ്രാം ഒന്നുമില്ല. അല്ല, നമുക്ക് ആ സമയത്ത് വേറെ പരിപാടി ഉണ്ട്. എന്താ പ്രസംഗോ? ഒന്നുമില്ല. പ്രസംഗമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ല, ഞാൻ നിങ്ങളുടെ ഒരു പ്രസംഗം പണ്ട് കേട്ടതല്ലേ, ആ വോട്ട് ഓഫ് താങ്ക്സ്. അപ്പൊ ശരി, പ്രസംഗിക്കാൻ എന്നെ കൊണ്ട് പോയി. എന്നാ പ്രസംഗിച്ചാലോ എന്നൊരാഗ്രഹമുണ്ട്. എന്താ ചെയ്യാൻ? അല്ലൊരു കാര്യം ചെയ്യും, പ്രസംഗം റെക്കോർഡ് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ പോയി ലിപ്സിംഗ് ചെയ്താൽ മതിയല്ലോ. എല്ലാവരും സ്കിറ്റിൽ ഇപ്പോൾ അതൊക്കെയല്ലേ ചെയ്യുന്നത്. അത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ. പുള്ളിക്കാരുടെ ഒന്ന് ചോദിച്ചു നോക്കാം. അല്ല മോനെ, തുണിയൊന്നും എടുക്കാതെ എവിടേക്കാ രാവിലെ തന്നെ എനിക്ക് ഓടുന്നത്? അല്ല, ക്രിസ്മസ് പരിപാടിയൊക്കെ തീരുമാനമായോ? പിന്നെ എല്ലാം സെറ്റായി. നെക്സ്റ്റ് സാറ്റർഡേ. വല്ലാത്ത ചതിയായി പോയി. ഇനിയിപ്പോ എവിടെയാ ഡാൻസ് പ്രാക്ടീസിന് സ്കിറ്റിനൊക്കെ സമയം? കഴിഞ്ഞ തവണ ലുങ്കി ഡാൻസും ഫാഷൻ ഷോയൊക്കെ ആയിട്ട് അവന്മാരുടെ കസറിയതാ. നമ്മുടെ ഒരു ഉണക്ക സ്കിറ്റ്. മുഖത്ത് ചായം തേക്കാത്തത് കൊണ്ട് നമ്മളെല്ലാവർക്കും മനസ്സിലാവും ചെയ്തു. നമ്മുടെ പേരും പോയി. അല്ലെങ്കിൽ ഭയങ്കര പേരല്ലേ. എന്തായാലും ശ്രീധോളിനെ ചോദിക്കാം. എന്റെ ഭാര്യ എനിക്കും പ്രസംഗത്തിന്റെ കാര്യം ചോദിക്കണം. ബിന്ദു, നീ ഇങ്ങോട്ട് പോലെ. മനുഷ്യനോട് ഒരു 100 പണി കിടക്കുന്നു. പിള്ളേരുടെ ഡാൻസ് ഒന്നും ആയിട്ടില്ല, അതിനിടയിലാണ് നിങ്ങളുടെ ഒരു പ്രസംഗം. ഇതേ മനുഷ്യ, എനിക്കിവിടെ വേറെ പണിയുണ്ട്. സുരേഷ് ഗോപി ജയറാം ഡാൻസിന് കോസ്റ്റ്യൂം റെഡിയാക്കണം. അതിന് ഇന്ത്യ കിട്ടോ ആവോ, അതിന്റെ ടെൻഷനിലിരിക്കുമ്പോഴാ. നിങ്ങൾക്ക് രാത്രി ആവുമ്പോ ഒരു പേപ്പറും പേനയും പിടിച്ച് നാടക സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ഇരുന്നാ മതിയല്ലോ. അത് തന്നെ, സാറ്റർഡേ അവൻ കാത്തിരിക്കുക. സ്കിറ്റ്, സ്ക്രിപ്റ്റ് ഡിസ്കഷൻ, അത് ഇത് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. ഓണം കഴിഞ്ഞാൽ ക്രിസ്മസ്, ക്രിസ്മസ് കഴിഞ്ഞാൽ ഓണം. ഡിസ്കഷൻ ഇല്ലാത്ത സമയമില്ല. ഇങ്ങനെ കുറച്ച് പേരുള്ളത് കൊണ്ട് ഇവിടെ മാവേലിയും സാന്റാക്ലോസും എല്ലാ വർഷവും വന്നു പോകുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ഡിസ്കഷൻ ഉണ്ടായത് എന്താ? അല്ല, പൊതുവെ മലയാളികൾക്ക് ഡിസ്കഷൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. അതെ, കഴിഞ്ഞ 15 വർഷമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടാണ് ഓണം ക്രിസ്മസ് ഒക്കെ നടത്തുന്നത്. അതെ, മലയാളി എവിടെയുണ്ടോ അവിടെ ഡിസ്കഷൻ ഉണ്ട്. അയ്യോ, പോലെ പോലെ എന്റെ കേക്ക് റെഡിയായി. കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് ആണ്. മോനെ അജി, ഒരു കഷ്ണം കേക്ക് കഴിക്കേ. മോനെ സുജി, നീയെങ്കിലും ഒരു കഷ്ണം കഴിക്കേ. നിന്റെ അമ്മയാണോ പറയുന്നത്? കേക്ക് കഴിക്കടാ. ശശിയേട്ടാ, കർത്താവേ കാത്തോളനെ. Guys, please keep quiet. I need to
concentrate. ഓ, ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി. ക്രിസ്മസ് പരിപാടിയൊക്കെ ആയല്ലോ. ഈശ്വര, കഴിഞ്ഞ ഓണ പരിപാടിക്ക് പായസം മോശമായി എന്ന് പറഞ്ഞപ്പോൾ അവൾ അത് തലവഴി ഒഴിച്ചതാണ്. ഇപ്രാവശ്യം കരുതലോടെ തന്നെ അഭിപ്രായം പറയണം. ഈ കമ്മിറ്റിക്കാർക്ക് ഓരോ കോമ്പറ്റീഷൻ വെച്ചാൽ മതി. അനുഭവിക്കണത് ബാക്കി എല്ലാവരും. ശ്രീ, എന്റെ ശ്രീകുട്ടി. നീ പറ ശ്രീകുട്ടി, ഞാൻ കേക്കാലോ. നീ പറ, ഇന്നല്ലേ നിന്റെ സ്വന്തം ചേട്ടൻ കേൾക്കാൻ പറ്റൂ. കേൾക്കാൻ വേണ്ടിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്, കഴിക്കാനാണ് ഞാൻ പറയണത്. ഇതെന്താ? ഇത് ഫെവിക്കോളോ? ഫെവിക്കോളോ? അല്ല, നാക്കും പല്ലും കൂടി ഒട്ടിപ്പിടിച്ച് ഞാൻ ക്രിസ്മസ് കോമ്പറ്റീഷൻ ഉണ്ടാക്കിയ കേക്കാണ് മനുഷ്യ. പണി പാളി കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണത്. ഇവൾ ഇനി ഇത് എന്റെ മുഖത്തെറിയോ? എന്നാലും ചൂട് പായസം തലയിൽ വീണ് അത്ര പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും ഒരു ധൈര്യത്തിൽ നിന്ന് പിള്ളേരെ വിളിച്ചേക്കാം. മക്കളെ, എല്ലാരും ഓടി വായോ. എന്താ? അല്ല, ഒന്നുമില്ല, ഇവിടെ നിന്നോ. എന്റെ ഒരു പ്രൊട്ടക്ഷന്. അതെ, എന്തിനാ പ്രൊട്ടക്ഷൻ? പ്രൊട്ടക്ഷൻ അല്ല, പ്രാക്ടീസ്. പ്രാവശ്യം നമ്മളൊരു വെറൈറ്റി ഡാൻസ് അല്ലേ വെക്കണേ. ഓഡിയൻസ് അമ്പരം ഇരുന്നു. അതെ, ഇതൊന്ന് കണ്ടു നോക്കൂ. ഇതാരും കണ്ടിട്ടില്ല. എല്ലാരും ഓഡിറ്റോറിയത്തിൽ നിന്ന് അമ്പരന്ന് ഓടിപ്പോവുമായിരുന്നു. അല്ല, ഇപ്പൊ കാണിച്ച ഈ കോമഡി സ്കിറ്റിൽ ആരൊക്കെ ഉണ്ട്? കോമഡി സ്കിറ്റോ? ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് ആണോ? കോമഡി സ്കിറ്റ് ഒന്നുമല്ല. ഗ്രൂപ്പ് ഡാൻസോ? ഇത് ഡാൻസിനെക്കാളും കൂടുതൽ കോമഡി ആണല്ലോ. ഗ്രൂപ്പ് ഡാൻസ്. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടല്ലേ? മെയിൻ ടീമുകളൊന്നും നമ്മളെ ഇപ്രാവശ്യം വിളിച്ചിട്ടില്ല. എന്തായാലും ഡാൻസ് ചെയ്തേ പറ്റൂ. എനിക്ക് കൊറിയോഗ്രാഫി ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മുടെ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ, വരണെടുത്ത് വെച്ച് കാണാം. ഞാൻ റെഡിയാ ഡാർലി, ഞാൻ റെഡി. ഉറങ്ങിക്കിടന്നിരുന്ന ഗ്രൂപ്പ് ഡാൻസ് എന്ന് കേട്ടതും ചാടി എണീറ്റോ? ഇവിടെ ആരും ഗ്രൂപ്പ് ഡാൻസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒന്ന് കയറി പോയെ. ആരെ പറഞ്ഞു ഗ്രൂപ്പ് ഡാൻസ് ഇല്ലാന്ന്? മനുഷ്യ, ഞാൻ ആദ്യമേ പറഞ്ഞതാ, എന്തൊക്കെയല്ലെങ്കിലും ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മെയിൻ ടീം ഇറക്കിയ മമ്മൂലാലിന് പകരം ഇക്കുറി ഞങ്ങള് സുരേഷ് ഗോപി ജയറാമ ഇറക്കുന്നത് അല്ല ഗൗരി? അല്ല പിന്നെ, ഇതൊന്ന് കണ്ടു നോക്കൂ. കഴിഞ്ഞല്ലോ. ഇല്ല, അതേ ജയറാമെന്ന് കണ്ടു നോക്കൂ. എങ്ങനെയുണ്ട്? എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ കോസ്കോയിൽ ചീഞ്ഞ മുട്ട കിട്ടാത്തതുകൊണ്ട് എറിയുമൊന്നും പേടി വേണ്ട. എന്തായാലും ഒരു നല്ല കൂവൽ ഉറപ്പാ. കൂവലല്ല, കയ്യടി. വാ ഗൗരി, ഇവരെന്തെങ്കിലും പറയട്ടെ. ഞാൻ ഉഗാണ്ടയിലെ മലയാളി അസോസിയേഷന്റെ ലിങ്ക് തപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഉഗാണ്ട ആയതുകൊണ്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. ഉഗാണ്ടയിലും മലയാളി ക്രിസ്മസ് പരിപാടിയൊക്കെ ഉണ്ടോ? നമ്മുടെ സ്കിറ്റ് ഡയറക്ടർ അറിയണ്ട. എപ്പ കോപ്പി അടിച്ചെന്ന് ചോദിച്ചാൽ മതി.
നിങ്ങളിവിടെ ഉഗാണ്ടയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നോ. നമുക്കൊരു ഒറിജിനൽ ഡാൻസ് ഉണ്ടല്ലോ, അത് എന്തായാലും ഉഗാണ്ടയിൽ നിന്ന് കോപ്പി അടിച്ചതല്ലോ. ഇത് തപ്പിപ്പിടിക്കാൻ എടുത്ത പാട് നമുക്കറിയാം. എന്തായാലും അട്ടപ്പാടി ഡാൻസ് യൂട്യൂബിൽ വന്നിട്ടുണ്ടായില്ല. ഡോ ഇങ്ങോട്ടൊന്ന് വന്നേ, കൊച്ചു അപ്പിട്ടു. അല്ല, ഒരു കാര്യം പറയാൻ മറന്നുട്ടോ. ഇപ്രാവശ്യം ബെസ്റ്റ് ഫാമിലിക്ക് അവാർഡ് ഉള്ളതെന്ന്. സന്തോഷട്ടോ. വാ, ഞാൻ കേക്കിൽ കുറച്ച് കിസ്മിസ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്യൂ. കിസ്മിസ്, കിസ്മിസ്, ആ കിസ്മിസ്. മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. എന്താ കിട്ടിയാ കിട്ടി, പോയാ പോയി. എന്താ ചേക്കെ ഫോണൊക്കെ കൈ പിടിച്ച് ഇന്ത്യൻ കിച്ചണിലെ വല്ല കസ്റ്റമർ തെറി വിളിക്കാണോ? അതൊന്നുമല്ല. ആരാണോ വിളിച്ചതാ? നമ്മുടെ മലയാളി ക്രിസ്മസ് സെലിബ്രേഷന്റെ സ്കിറ്റുകാരോ ഡാൻസുകാരോ ആണെന്ന് കരുതി ചാടിക്കാരെ എടുത്തതാ. ഇതുവരെ ആരും ഒരു പരിപാടിക്കും വിളിച്ചില്ല. അത് ചോദിക്കാനാണ് ഞാനും വന്നത്. അല്ല നാട്ടിലെ, കഴിഞ്ഞ തവണ സുജിത്തിന്റെ ആ ഉണക്ക സ്കിറ്റിലെ ഒരു ചെറിയ വേഷമാണ് തന്നത്. എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഒന്നും പുറത്തെടുക്കാൻ ഒരു അവസരവും കിട്ടിയില്ല. ശരിയാ, എനിക്കും എന്നെ വെറും ഒരു കണ്ടുപിടിയായി. നമുക്ക് ഇപ്രാവശ്യം ഒരു പരിപാടി തന്നെ ഇറക്കിയാലോ? എന്ത് പറയുന്നു? ഞാനടി ഒരു നീണ്ട ഫിലിം ഇറക്കിയാലോ? നീണ്ട ഫിലിമോ? അതെന്താ? അല്ല, അവന്മാര് ഷോർട്ട് ഫിലിം ഇറക്കിയല്ലോ, അപ്പൊ നമുക്ക് ലോങ് ആക്കിയാലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ കേരളം നിങ്ങൾ കണ്ടിക്ക എന്ന് പറഞ്ഞ പോലെ നമുക്ക് സാന്റിയാഗോ നിങ്ങൾ കണ്ടിക്ക എന്ന് പറഞ്ഞാൽ നോക്കിയാലോ? കോപ്പി അടിക്കാൻ നമ്മളെന്താ സുജിത്താണോ? ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? നമുക്ക് ഒരു കഥാപ്രസംഗം ആയാലോ? അതെ, കാണുന്നവരെ സസ്പെൻസ് അടുപ്പിച്ച് മുൾമുനയിൽ നിർത്തണം. കഥാപ്രസംഗം കൊള്ളാം. മുള്ള് ഞാൻ കൊണ്ടുവരാം. മുള്ളോ? എന്തിനാ മുള്ള്? അല്ല, മുൾമുനയിൽ നിർത്താൻ മുള്ളു പോരെങ്കിൽ ആണയായാലും മതിയോ? ഒരു 10-300 പേരെങ്കിലും കാണും. ശ്യാമേ, നീ ഒരു 300 ആണി അങ്ങ് മേടിച്ചോ. ആണിയോ? ഞാൻ ഉദ്ദേശിച്ചത് കാണുന്നവരെ ടെൻഷൻ അടുപ്പിച്ച് നിർത്തണമെന്നാണ്. ശരാ, ഒട്ടമാരി വെച്ച് ഞാൻ എന്തും ചെയ്യാതെ. അല്ല രാഹുൽ, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലേ, നമുക്ക് കഥാപ്രസംഗം തന്നെ മതി എന്ന് പറഞ്ഞതാണേ. എന്തായാലും നമുക്ക് പൊളിക്കണം. അതെ അതെ, പൊളിച്ചടുക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ശ്യാമേ, നീ പോയി നമ്മുടെ വാദ്യോപകരണങ്ങളൊക്കെ എടുത്തിട്ട് വാ. വാ വാ വാ. എന്താ എന്താ? എടോ, വാദ്യോപകരണങ്ങൾ, അതായത് ഡ്രംസ് ആൻഡ് സ്റ്റിക്സ്. ഇതാ ഡ്രം സ്റ്റിക്സ്. 2 എണ്ണം മതിയോ? ഇവൻ മുറിയാൻ പോലുമായി വന്നിരിക്കുന്നു. എടാ, ഡ്രംസ് ഡ്രംസ് അതെടുത്തിട്ട് വാ. ഞാൻ തുറക്കട്ടെ. അങ്ങനെ ഘോര വനാന്തർഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന രാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. ഈശ്വര, പോലീസ് പണി പാളിയെന്നാ തോന്നുന്നേ. Guys, do we have a problem here? No problem, sir. No problem. No problem. No problem. Then we got a call from your driver. There are a lot of noise. Please control it. No fight, sir. No fight. We are practicing our Christmas celebration. Is this a practice? Oh Jesus! Are there going to be audience or only your family? Yes, it is going to be lot of crowd. Oh really? Do you need any help over there?
ഈശ്വര, നമുക്കേ റോളില്ല, പോലീസ് റോളിൽ ഒന്നിച്ചു. എടാ അതിന് അങ്ങേര് റോള് ചോദിച്ചതല്ല, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചതാ. അല്ല ഉണ്ണിയെ, ഞാനേ മലയാളിയാണ്, നമുക്ക് പിന്നെ റോഡ് കുട്ടികൾ സാർ എന്നാ പിന്നെ ഞാൻ ട്യൂൺ ചെയ്ത ഈ പാട്ടൊന്ന് കേട്ടു നോക്ക് സാർ. പാത്രത്തിൽ ഞണ്ടു മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ഉടനെ ആ പാലപ്പൂമണം വന്നാൽ കൂട്ടിൽ കല്ലും അയ്യോ ഉണ്ണിയെ, ഇതിലും വേറെ നമ്മുടെ പോലീസ് പണി തന്നെ. Guys, keep it down. If I hear any more complaint, you'll be going to downtown. The Best Family Award. Here are the finalists, and on my right, അല്ലെങ്കിൽ വേണ്ട, മലയാളി പരിപാടിയാകെ മലയാളത്തിലാകാം. ഇന്ന് വിജയിച്ചത് എന്റെ റൈറ്റ് സൈഡിൽ ഉള്ള ഫാമിലി. എന്റെ റൈറ്റ് സൈഡിൽ ഉള്ള ഫാമിലിയെ തോൽപ്പിച്ച് എന്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ഫാമിലി. I need അല്ല, എന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ള ടീം അല്ല ജയിച്ചു. And today the winner is നിർത്താനല്ല പറഞ്ഞ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല കേട്ടാ. ഞാൻ ഉടക്കിയാലേ മഹാലമാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നമ്മെ നയിക്കാൻ സഹായിച്ച ത്യാഗത്തിന്റെ മുഖ്യഭാവമായ യേശുക്രിസ്തുവിന്റെ ജന്മദിനം പുണ്യദിനമായി ആഘോഷിക്കുന്ന നമ്മൾ എന്തിനാണ് വഴക്ക് കൂടുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തെ മറന്ന് ജീവിക്കാതെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാൻ ശ്രമിക്കുക. 1000 തിന്മയുടെ അന്ധകാരം അകറ്റാൻ നന്മയുടെയും ഒരുമയുടെയും ചെറുപ്രകാശം മതിയെന്ന് തമ്പുരാന്റെ തിരുവചനം ദിവസവും ഓർത്ത് ധന്യമായ ജീവിതം നയിക്കുക. മേരി ക്രിസ്മസ്. പാട്ട് മത്സരത്തിന് കാണാം, കാവിലല്ല അടുത്ത ഓണത്തിന് കാണാം. ശരി, സാന്റിയാഗോ ഓണത്തിന് കാണാം. കാണാം, കാണണം, കാണും.